പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ഒരു സഹോദരി നിമിഷപ്രിയ എന്ന ഒരു സഹോദരി വളരെ കാലമായി യമനിലെ ഒരു ജയിലിൽ കഴിയുകയാണ്. നിയമ പോരാട്ടങ്ങളും മറ്റ് രാജ്യത്തിൻ്റെയും ഒക്കെ എല്ലാ നിലക്കുമുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ സഹോദരിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും അവസാനം യമനിലെ കോടതി അവർക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട്, അതായത് ജൂലൈ 16-ന് നമ്മളിപ്പോൾ ഇന്ന് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരുപക്ഷെ അവരുടെ വധശിക്ഷ നടപ്പിലാക്കേണ്ടതായിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ബഹുമാന്യനായ നമ്മുടെ പി ഉസ്താദ് അവരുടെ ഇടപെടൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിലും അദ്ദേഹത്തിൻ്റെ കാലങ്ങളായുള്ള സൗഹൃദത്തിൻ്റെയും പേരിൽ യമനിലെ ഒരു പണ്ഡിതനുമായി ബന്ധപ്പെടുകയും ആ പണ്ഡിതൻ മുഖാന്തരം ഇവരുടെ കുടുംബത്തോട് സംസാരിക്കുകയും ആ സംസാരത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ ദിവസത്തിൽ നിന്നും താൽക്കാലികമായിട്ടെങ്കിലും ആ വധശിക്ഷ റദ്ദ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം, നാളെ എന്ത് പറയുന്നു എന്നറിയില്ല. കാരണം അവരുടെ സഹോദരന്മാരിൽ ഒരാൾ ഇന്ന് ന്യൂസുകളിലൊക്കെ കാണുകയുണ്ടായി, വധശിക്ഷ റദ്ദാക്കാൻ അനുവദിക്കുകയില്ലെന്നും തീർച്ചയായും വധശിക്ഷ നടപ്പിലാക്കണം എന്നുള്ള പിടിവാശിയിലാണ് ഒരു സഹോദരൻ ഉള്ളത്. കുടുംബം പൂർണ്ണമായും ഇതിന് സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്ന റിപ്പോർട്ട്. ഏതായിരുന്നാലും നമ്മുടെ പ്രയത്നം കൊണ്ട് ഇതുവരെ എത്താൻ സാധിച്ചു. നമ്മുടെ പി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ സ്വാധീനവും ഉപയോഗിച്ച് വീണ്ടും ഈ കാര്യത്തിൽ ഏർപ്പെടുമെന്നും ഇതിൻ്റെ അവസാനം വരെ പോകുമെന്നുമുള്ള ഉറപ്പിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏതായാലും അദ്ദേഹത്തിന് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ഒരു തീർപ്പ് കൽപ്പിക്കുന്ന രീതിയിലേക്ക് എത്താൻ സഹായകരമായ എല്ലാ അന്തരീക്ഷവും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഒരു എളിയ കലാകാരൻ എന്ന രീതിയിൽ ഈ വിഷയത്തെ ആസ്പദമാക്കി ഞാൻ തയ്യാറാക്കിയ ഒരു ഗാനം ഇതിൻ്റെ പുറകിലായിക്കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാം. എല്ലാവരും ആ ഗാനം കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരുടെയും കമൻറ്റ് അറിയിക്കുക. ഓക്കെ, താങ്ക് യു. നിമിഷപ്രിയ എന്ന പൊന്നു സഹോദരി യമനെന്ന നാട്ടിൽ കൂടുങ്ങുന്നേ, സ്വയരക്ഷയ്ക്കായി ചെയ്ത പാതകത്തിനാൽ അവസാനം ജയിലിലടയ്ക്കുന്നേ. ഒരുപാടു കാലത്തെ നിയമ പോരാട്ടത്തിൽ എല്ലാ പ്രതീക്ഷയും ചോരുന്നേ. ജൂലൈ 16-ന് വധശിക്ഷ നടത്തുവാൻ യമനിലെ കോടതി വിധിക്കുന്നേ. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സോദരി മരണത്തിന് പോലും വിട്ട് കൊടുക്കാതെ സ്വന്തം കുടുംബത്തിൽ തിരികെ എത്തിക്കുവാൻ അവസാന വഴി എന്തെന്നോർത്ത് നടക്കുമ്പോൾ പുഞ്ചിരി തൂകിക്കൊണ്ട് കാന്തപുരം ഉസ്താദരികത്തുണ്ട്. യമനിലെ പണ്ഡിത നേതൃത്വവുമായും ഇരയുടെ ബന്ധുക്കളുമായെല്ലാം ബഹുമാന്യ ഉസ്താദ് ചർച്ച നടത്തുന്നു. അവസാനം സന്തോഷ വാർത്തയും കേൾക്കുന്നു, വധശിക്ഷ റദ്ദാക്കുന്നു. രാജ്യത്തിൻ്റെ അഭിമാനമായി മാറുന്നു. ഇത്ര മനോഹരമായൊരു രാജ്യത്തെ എന്തിന് വെട്ടിമുറിക്കുന്നു? എല്ലാവർക്കും ആവശ്യമുണ്ടെന്ന ബോധ്യവും നമ്മൾക്കുണ്ടാവണം. ചേർത്തു പിടിച്ചിടണം, സ്നേഹത്തിൻ്റെ പൂന്തോട്ടമായി മാറണം. നിമിഷപ്രിയ എന്ന പൊന്നു സഹോദരി യമനെന്ന നാട്ടിൽ കൂടുങ്ങുന്നേ, സ്വയരക്ഷയ്ക്കായി ചെയ്ത പാതകത്തിൽ
പിഴവിനാൽ അവസാനം ജയിലിലടയ്ക്കുന്നു.